പടത്തിന്മേൽ കിടന്നുരുണ്ടു. പിന്നീട് ഭിക്ഷക്കാരനായി അന്ത്യം. മലയാള സിനിമ കണ്ട വലിയ നടന്റെ അന്ത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സിനിമയിൽ എല്ലാ മേഖലയിലും എല്ലാ ഭാഷകളിലും ഇത്തരം അന്ത്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പറയുന്നത് അടൂർ ബാസിയുടെ അവസ്ഥയാണ്, അടൂർ ബാസിയുടെ ജീവിതമാണ്. ഒരുപാട് കടമ്പകൾ താണ്ടി സിനിമയിലെത്തിയ അടൂർ ബാസി മലയാള സിനിമയിൽ സ്വാഭാവികമായ ഹാസ്യം എന്തെന്ന് മലയാള സിനിമയ്ക്ക് കാണിച്ചു കൊടുത്ത അടൂർ ബാസി ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രേം നസീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന അടൂർ ബാസി പ്രേം നസീർ ജോഡി അഭിനയിച്ച സിനിമകളൊക്കെ മെഗാ ഹിറ്റുകളാണ്. പ്രേം നസീറിന്റെ ചിത്രങ്ങളിൽ അടൂർ ബാസി ഒരു അനിവാര്യ ഘടകമായിരുന്നു. പ്രേം നസീറിന്റെ മാത്രമല്ല, മധുവിന്റെയും സത്യന്റെയും ഒക്കെ ചിത്രങ്ങളിൽ അടൂർ ബാസി ഉണ്ടാകണം. അടൂർ ബാസി ഉണ്ടായാൽ ചിത്രം ഹിറ്റ്. ഇതായിരുന്നു അന്നത്തെ സമവാക്യം. അടൂർ ബാസിയെ കാണുമ്പോൾ തന്നെ ചിരിച്ച് ഉല്ലസിച്ച അല്ലെങ്കിൽ ചിരിച്ചാർത്ത ഒരു തലമുറ ഉണ്ടായിരുന്നു ഇവിടെ. ഒരു വല്ലാത്ത ഒരു കാലം, മലയാള സിനിമ പിച്ചവെച്ച് നടന്ന കാലം. അടൂർ ബാസി പ്രതിഫല കാര്യത്തിൽ കണിശനായിരുന്നു. കൃത്യമായി അദ്ദേഹം പ്രതിഫലം വാങ്ങുന്നത് മാത്രമല്ല, ഡേറ്റിന്റെ കാര്യത്തിലും കൃത്യതയാണ്. ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അടൂർ ബാസി തന്റേതായ രീതിയിൽ അങ്ങ് പോകും. പക്ഷേ ഡേറ്റ് നൽകിയാൽ ആ കൃത്യം ഡേറ്റിന് അദ്ദേഹം അഭിനയിച്ച് തീർത്തിരിക്കും. അതിനുശേഷം ഡേറ്റ് വേണമെങ്കിൽ വീണ്ടും പണം കൊടുക്കണം അദ്ദേഹത്തിന്. അടൂർ ബാസിയെപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ കേട്ടിട്ടുണ്ട്. കോട്ടയം ശാന്ത തന്റെ അഗ്നിപഥങ്ങളിലൂടെ എന്ന ആത്മകഥയിലൂടെ അടൂർ ബാസിയുടെ പല വിധത്തിലുള്ള അസാൻമാർഗിക ബന്ധങ്ങളും വിളിച്ചു പറഞ്ഞു. അടൂർ ബാസിയും ശ്രീലതയും, പണ്ടത്തെ നടി, ഹാസ്യനടി ശ്രീലതയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള കഥകളൊക്കെ വിളിച്ചു പറഞ്ഞത് കോട്ടയം ശാന്തയാണ്. കബീർ പൊന്നമ്മ അടൂർ ബാസിയെപ്പറ്റി പറഞ്ഞത് അടൂർ ബാസിയുടെ വലിയൊരു വീക്ക്നെസ്സാണ്. അടൂർ ബാസി ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന വ്യക്തിയാണ്, വിവാഹം കഴിക്കാത്ത വ്യക്തിയാണ്, അവിവാഹിതനാണ്. കിട്ടുന്ന പണമൊക്കെ ആഭരണങ്ങൾ വാങ്ങാനാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. രാത്രി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പണത്തിനുമേൽ തനിക്ക് ലഭിച്ച പണത്തിനുമേൽ കിടന്ന് ഉരുളുമായിരുന്നു അടൂർ ബാസി എന്നാണ് കബീർ പൊന്നമ്മ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അതാരും നിരസിച്ചിട്ടുമില്ല. പക്ഷേ അടൂർ ബാസിയുടെ അന്ത്യകാലം വളരെ ദയനീയമായിരുന്നു. അദ്ദേഹത്തിന് കടുത്ത ഡയബറ്റിസ് ഉണ്ടായിരുന്നു. ഡയബറ്റിസ് വകവയ്ക്കാതെ നന്നായി മദ്യപിക്കുമായിരുന്നു അദ്ദേഹം. ഡയബറ്റിസ് വകവയ്ക്കാതെ മദ്യപിച്ചത് കാരണം വൃക്കകൾ തകരാറിലായി. അദ്ദേഹത്തിന് അന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്നു. അതിനുവേണ്ടി ഒരുപാട് രൂപ അദ്ദേഹം ചിലവാക്കി. അന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്നത്തെ പോലെ ചെറിയ എമൗണ്ടിലൊന്നും നടക്കില്ല. ഭാരിച്ച എമൗണ്ട് തന്നെ വേണ്ടിവരും. അദ്ദേഹം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും വലിയ കാലം അദ്ദേഹത്തിന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. കാരണം അത്രയ്ക്ക് അവശനായിപ്പോയി അദ്ദേഹം. അന്നത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അദ്ദേഹം നടത്തിയത് മദ്രാസിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ്. ഒരുപാട് രൂപ അവിടെ ചെലവായി. അദ്ദേഹം അവസാനം ഒരു രൂപ പോലുമില്ലാതെ ദരിദ്രനായി മാറി. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, നല്ല കാലത്ത് കൂടെ നിന്ന ബന്ധുക്കൾ ദരിദ്രനായപ്പോൾ കൂടെ നിന്നതുമില്ല. കുബേരനായി ജീവിച്ചു, കുചേലനായി മരിച്ചു. ഇതാണ് അടൂർ ബാസിയുടെ ദുരന്തകഥ.